അയോധ്യ മധുരാമായ കാശി കാഞ്ചീയ വന്തിക പുരീദ്വാര വദീ ചൈവ സപ്തൈത മോക്ഷദായക. അതായത് ഒരു ഹിന്ദു, ഒരു ഭാരതീയൻ ഈ 7 നഗരങ്ങൾ സന്ദർശിച്ചാൽ അയാൾക്ക് പിന്നീട് പുനർജന്മമില്ലാത്ത രീതിയിൽ മോക്ഷം ലഭിക്കും എന്നാണ് ഹൈന്ദവ വിശ്വാസം. അതായത് ശ്രീരാമ ജന്മത്തിന് മുൻപ് തന്നെ, ശ്രീരാമൻ എന്ന അവതാര പുരുഷോത്തമൻ അയോധ്യയിൽ ജനിക്കുന്നതിന് വളരെ മുൻപ് തന്നെ അയോധ്യ എന്ന് പറയുന്നത് ഹൈന്ദവ വിശ്വാസപ്രകാരം ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പവിത്രമായിട്ടുള്ള നഗരമാണ്. അങ്ങനെയുള്ള നഗരത്തിൽ ശ്രീരാമൻ്റെ ജനനം കൂടി ആയതോടുകൂടി ആ നഗരത്തിൻ്റെ പവിത്രത ഇരട്ടി വർദ്ധിപ്പിച്ചു എന്നാണ് ഭാരതീയ ഇതിഹാസങ്ങളും ചരിത്രങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെയുള്ള ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക നഗരമായിട്ടുള്ള അയോധ്യയിൽ വളരെ വിശേഷാൽപ്പെട്ട ഒരു ചടങ്ങ് അല്പസമയത്തിനകം നടക്കാൻ പോകുന്നു. അതിന്റെ മുന്നോടിയായി ഭാരതത്തിന്റെ ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 10 മണിയോടുകൂടി അയോധ്യയിലെത്തി. അവിടുത്തെ വളരെ പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങൾ ഓരോന്നായി അദ്ദേഹം സന്ദർശിക്കുകയാണ്. ഞങ്ങളുടെ പ്രതിനിധികൾ അയോധ്യയിലെ രാമജന്മഭൂമിക്ക് സമീപത്ത് തയ്യാറായി നിൽക്കുന്നു. ആദ്യം എസ് ശ്രീകാന്തിലേക്കാണ് പോകുന്നത്. ശ്രീകാന്ത്, അയോധ്യ എല്ലാ അർത്ഥത്തിലും ആ ധ്വജാരോഹണ ചടങ്ങിനായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ രാമജന്മഭൂമിക്കകത്ത് ആരംഭിക്കും. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് ക്ഷേത്രമാണ് സന്ദർശിക്കുന്നത്? എപ്പോഴാണ് അദ്ദേഹം ഹനുമാൻഗഡി ക്ഷേത്രത്തിലേക്ക് എത്തുക? ശ്രീകാന്ത്. ഗൗതം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം ഹനുമാൻഗഡി ക്ഷേത്രത്തിലേക്ക് എത്തും. അദ്ദേഹം ഹനുമാൻഗഡിയിലേക്കുള്ള ദർശനത്തിന് എത്തുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. ദേ ഈ കാണുന്ന വഴിയിലൂടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഹനുമാൻഗഡി ക്ഷേത്രത്തിലേക്ക് അല്പസമയത്തിനകം എത്താൻ പോകുന്നത്. ഒരുപക്ഷെ ഗൗതം നേരത്തെ രാഖിയോട് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഹനുമാൻഗഡി ക്ഷേത്രത്തിന് വലിയ പ്രത്യേകതകളാണ് ഹനുമാൻഗഡി ക്ഷേത്രത്തിന് ഉള്ളത്. ഹനുമാൻഗഡിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ അയോധ്യ നഗരിയെ ഒന്നാകെ സംരക്ഷിക്കുന്ന, ഈ അയോധ്യ നഗരിയെ ഒന്നാകെ സംരക്ഷിച്ചു നിർത്തുന്ന ഈശ്വരൻ, ദൈവം എന്ന് പറയുന്നത് ഹനുമാൻ സ്വാമിയാണ് എന്നതാണ് വിശ്വാസം. അദ്ദേഹത്തിൻ്റെ സ്വാമിയോടുള്ള, ശ്രീരാമചന്ദ്രനോടുള്ള അചഞ്ചലമായ ഭക്തി, അദ്ദേഹത്തിൻ്റെ ആ കാത്തിരിപ്പ്, അതാണ് ശ്രീരാമ ജന്മഭൂമിയിൽ ഭവ്യമായ രാമക്ഷേത്രം പണിതുയർത്തുന്നതിനും അതിനു മുകളിൽ ഭഗവദ്ധ്വജം പാറിപ്പറക്കുന്നതിനും കാരണമായത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ കരുത്ത്, അദ്ദേഹത്തിൻ്റെ സ്വാമിയോടുള്ള അചഞ്ചലമായ ഭക്തി, വിധേയത്വം, വിശ്വാസം, അതാണ് ഈ ഹിന്ദു വിഭാഗം അതിശക്തമായ പ്രക്ഷോഭത്തിലൂടെ, പോരാട്ടത്തിലൂടെ ഈ രാമജന്മഭൂമിയിൽ ശ്രീരാമക്ഷേത്രം നേടിയെടുത്തത് എന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രി ഹനുമാൻഗഡിയിലേക്കുള്ള സന്ദർശനത്തിനാണ്. ഏറ്റവും ശക്തിമത്തായ ഈശ്വരൻ അത് ആഞ്ജനേയ സ്വാമി, ഹനുമാൻ സ്വാമി മന്ദിറാണ്, ഹനുമാൻഗഡിയാണ്. അവിടേക്ക് അല്പസമയത്തിനകം അദ്ദേഹം എത്തും, പ്രധാനമന്ത്രി എത്തും. ഈ നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്നു, പ്രധാനമന്ത്രിയുടെ അയോധ്യയിലേക്കുള്ള വരവ് എന്ന് പറയുന്നത് ശ്രീരാമചന്ദ്രൻ വനവാസ ശേഷം അയോധ്യയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണോ അദ്ദേഹത്തെ, ശ്രീരാമചന്ദ്രനെ അയോധ്യാവാസികൾ സ്വീകരിച്ചത്, അതേ ഭക്തിപാരവശ്യത്തോടെ, അതേ ഉത്സാഹത്തോടെ, അതേ ഉത്സവാന്തരീക്ഷത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓരോ വരവും അയോധ്യ നഗരവാസികൾ ആഘോഷമാക്കുന്നത്. ഇവിടുത്തെ ഹിന്ദു വിശ്വാസികൾ, സനാതനധർമ്മ വിശ്വാസികൾ ആഘോഷിക്കുന്നത്. കാരണം 500 ആണ്ട് നീണ്ട അടിമത്ത ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ് ഇവിടെ അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം, ഭവ്യമായ ശ്രീരാമക്ഷേത്രം പണിതുയർത്തുന്നതിന് എല്ലാ വഴികളും തുറന്നിട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവോടുകൂടിയാണ്. അതിനാൽ കൂടിയാണ് പ്രേക്ഷകർ കാണുന്നത് ഭാരതത്തിന്റെ പ്രധാന സേവകൻ നരേന്ദ്രമോദി അയോധ്യയിൽ ഹൈന്ദവ സമൂഹം പുനർനിർമ്മിച്ച ആ ക്ഷേത്രത്തിന്റെ അങ്കണത്തിലൂടെ നടന്നു പോകുന്ന ദൃശ്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണാം. അവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ഭക്തലക്ഷങ്ങളെ അദ്ദേഹം അഭിവാദ്യം ചെയ്യുകയാണ്. 1947 നമ്മളുടെ രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം എങ്ങനെയാണോ സോമനാഥത്തിന്റെ മണ്ണിൽ ഹൈന്ദവ ക്ഷേത്രം ഉയർന്നു വന്നത്, അതിന് സമാനമാണ് സോമനാഥത്തിന്റെ ചരിത്രം ആവർത്തിക്കുകയായിരുന്നു അയോധ്യയിൽ. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ അയോധ്യ രാമക്ഷേത്രത്തിനകത്തേക്ക് എത്തുന്നു. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കാണാം. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാവനമായ ക്ഷേത്രങ്ങൾ ഓരോന്ന് ദർശനം നടത്തി അവിടുത്തെ പരദേവതകളുടെ, ഉപദേവതകളുടെ എല്ലാം ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങി ഇതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ പവിത്രമായ രാമക്ഷേത്രത്തിന്റെ ഒരു കാലഘട്ടത്തിൽ
ലവകുശന്മാരാൽ ഭഗവാൻ ശ്രീരാമന്റെ പുത്രന്മാരായ ലവനും കുശനും സ്ഥാപിച്ച ആ മഹാക്ഷേത്രം പിന്നീട് 1528 നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്ന ബാബറിനെ പോലെയുള്ള അധിനിവേശ ശക്തികൾ തകർത്ത് പിന്നീട് 500 വർഷക്കാലം ഹൈന്ദവ സമൂഹം നടത്തിയ ഐതിഹാസികമായ ആ പോരാട്ട വീര്യത്തിന്റെ ഓർമ്മപ്പെടുത്തലായ അയോധ്യയിലെ ആ ശ്രീരാമ ജന്മഭൂമിയിലേക്ക് നമ്മളുടെ അഭിമാനവും നമ്മളുടെ പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദിയും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സർസംഘചാലകം കടന്നു വരുന്ന ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. ഇതാ ആ മനോഹരമായ ക്ഷേത്രത്തിന്റെ പ്രധാനപ്പെട്ട കവാടത്തിലേക്ക് സർസംഘചാലക് മോഹൻ ഭാഗവത് ആദ്യം പോകുന്നു. അതിന് തൊട്ട് പിന്നിലായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി 1858 ആ ധന്യമുഹൂർത്തത്തിൽ ആ മഹാക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് മുകളിൽ ഭാരതത്തിന്റെ ഹിന്ദുത്വ ദേശീയതയുടെ പ്രതീകമായിട്ടുള്ള കാവിപ്പതാക പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥാപിക്കും. ആ ചടങ്ങിനായാണ് ഈ മഹത്തായ ദേശം മുഴുവൻ ഇന്നത്തെ ദിവസം കാത്തു നിൽക്കുന്നത്. അയോധ്യയിൽ നിന്നും ശ്രീകാന്ത് തുടരുകയാണ്. ശ്രീകാന്ത്, ഇപ്പോൾ പ്രധാനമന്ത്രിയും സർസംഘചാലകം രാമക്ഷേത്രത്തിനകത്തെത്തിയിരിക്കുന്നു. പറയൂ. ഗൗതം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും RSS സർസംഘചാലക് മോഹൻ ഭഗവതും ഇപ്പോൾ രാംലല ദർശനത്തിനായി എത്തിയിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് അയോധ്യയിൽ നമുക്കിപ്പോൾ പ്രേക്ഷക സമക്ഷം എത്തിക്കാനുള്ളത്. അല്പസമയത്തിനകം രാംലല അയോധ്യയിലെ ശ്രീരാമചന്ദ്രന് മുന്നിൽ, രാം ജന്മഭൂമിയിൽ ശ്രീരാംലലയ്ക്ക് മുന്നിൽ, ഭഗവാൻ ശ്രീരാമചന്ദ്രന് മുന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതോടൊപ്പം RSS സർസംഘചാലക് മോഹൻ ഭഗവതും അവിടെ എത്തി ദർശനം നടത്തും. തുടർന്നായിരിക്കും അവർ ഹനുമാൻ ഘടിയിലേക്ക് എത്തുന്നത് എന്ന് വ്യക്തമാകുന്നു. ഇനി അല്പസമയം മാത്രം, ഇനി ഏകദേശം 40 മിനിറ്റിൽ താഴെ മാത്രമേ ഉള്ളൂ ആ ഭവ്യമായ ആ ചടങ്ങിന് വേണ്ടി, ആ പുണ്യ ചടങ്ങിന് വേണ്ടി. ഇനി ഏതാണ്ട് 40 മിനിറ്റുകളിൽ താഴെ മാത്രമാണ് അവശേഷിക്കുന്നത്. 11:58-നും 1 മണിക്കും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ രാജ്യത്തെ സാക്ഷി നിർത്തി, ഈ ലോകത്തെ സാക്ഷി നിർത്തി ഈ രാമജന്മഭൂമിയിലെ രാമക്ഷേത്രത്തിന് മുകളിൽ, പണി പൂർത്തിയായ രാമക്ഷേത്രത്തിൻ്റെ ഗോപുരമുകളിൽ ഭഗവദ്ധ്വജം ഉയർത്തും. അല്പസമയം മാത്രമാണ് ഇനി. നിമിഷങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ് ഈ രാജ്യത്തെ ഓരോ ഹിന്ദു വിശ്വാസികളും സനാതനധർമ്മ വിശ്വാസികളും ആശ്രമ സന്യാസിമാരടക്കമുള്ളവരും. ആ നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഇനി ഏകദേശം 40 മിനിറ്റുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. 11:58-നും 1 മണിക്കും ഇടയിലുള്ള പുണ്യമുഹൂർത്തത്തിൽ, അഭിജിത്ത് മുഹൂർത്തത്തിൽ അദ്ദേഹം ഈ ചടങ്ങ് നിർവഹിക്കും. അതിനുള്ള കാത്തിരിപ്പിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ എങ്ങനെയാണോ കാര്യങ്ങൾ നടന്നത്, RSS സർസംഘചാലകും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥും ആനന്ദീബെൻ പട്ടേലും അടക്കമുള്ളവർ ആ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തുന്നു. പ്രധാനമന്ത്രി അല്പസമയത്തിനകം, ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്, ഭവ്യമായ രാമക്ഷേത്രത്തിന് മുകളിൽ ഭഗവദ്ധ്വജം പാറിക്കളിക്കുന്നതിന് ഇനി നിമിഷങ്ങൾ മാത്രം. ഈ ലോകത്തോട് ഭാരതം വിളിച്ചു പറയുകയാണ്, ഈ അമൃതകാലത്ത് ഭാരതം എത്രത്തോളം സനാതനധർമ്മത്തിലൂന്നി, തങ്ങളുടെ പാരമ്പര്യത്തിലൂന്നി, തങ്ങളുടെ വിശ്വാസത്തിലൂന്നി ഈ ലോകത്തിൻ്റെ വിശ്വഗുരു സ്ഥാനത്തേക്ക് ഈ ഭാരതം എങ്ങനെ നീങ്ങുന്നു എന്ന് ഭാരതം ഈ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ RSS സർസംഘചാലക് മോഹൻ ഭഗവതും രാംലലയ്ക്ക് മുന്നിലെത്തി ദർശനം നടത്തിയിരിക്കുന്നു. അവർ ആരതി നടത്തുന്ന ദീപ ആരതി നടത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. രാംലലയ്ക്ക് മുന്നിൽ അവർ എത്തിച്ചേർന്നിരിക്കുന്നു. ഭവ്യമായ രാമക്ഷേത്രത്തിൽ അവർ എത്തിച്ചേർന്നിരിക്കുന്നു. രണ്ടുപേരും ചേർന്ന് ആരതി നടത്തുന്ന ദൃശ്യങ്ങൾ ഗൗതം നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ പരം എന്ത് പുണ്യം! അതായത് 500 ആണ്ടിന്റെ പോരാട്ടം, നിലയ്ക്കാത്ത പ്രക്ഷോഭങ്ങൾ, ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവത്യാഗം, അതിലുമേറെ ആളുകളുടെ ജയിൽവാസം, നിരന്തരമായ നിയമപോരാട്ടം, എല്ലാത്തിനുമൊടുവിൽ അയോധ്യ അടിമത്തത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിയുകയാണ്. ഈ പുണ്യ ദിവസത്തിൽ നവംബർ 25, 2025 ചരിത്രത്തിൽ കോറിയിടപ്പെടും, രേഖപ്പെടുത്തപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മൾ ചില വാക്യങ്ങൾ കേട്ടിട്ടുണ്ട്. ചരിത്രത്തിന്റെ ചുവരിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്താൻ പോകുന്ന ദിവസം എന്ന് പറയേണ്ടി വരും. പണി പൂർത്തിയായ, നേരത്തെ പ്രാണപ്രതിഷ്ഠ നടത്തുമ്പോൾ കണ്ടതുപോലെയല്ല ഈ ധ്വജാരോഹണ ചടങ്ങിന് ഉള്ളത്. അത് പണി പൂർത്തിയായ രാമക്ഷേത്രത്തിൻ്റെ ഗോപുരമുകളിൽ എല്ലാ തരത്തിലും നമ്മുടെ ഉയർച്ചയുടെ, നമ്മുടെ പാരമ്പര്യത്തിൻ്റെ, നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രതീകമായ കാവി പതാക
ഉയർന്നു പറക്കാൻ അത് പോകുന്നു. തന്നെയാണ് ഇതിൽ ശ്രീകാന്ത്. പരം ഭാരതത്തിന്റെ ആത്മീയതയുടെയും ത്യാഗത്തിന്റെയും പ്രോജ്വലിപ്പിക്കുന്ന അടയാളമായിട്ടുള്ള കാവിപ്പതാക, ആ മഹത്തരമായ ദേശത്തിന്റെ പ്രതീകമായിട്ടുള്ള കാവിപ്പതാക 1931 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അന്നത്തെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഈ രാജ്യത്തിന്റെ പതാക എന്താകണമെന്ന് പഠിക്കുവാൻ നിയോഗിച്ച 7-അംഗ സമിതി ശുപാർശ ചെയ്ത ആ കാവിപ്പതാക ഇതാ അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിക്ക് മുകളിൽ പാറിപ്പറക്കാൻ പോവുകയാണ്.